ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശാലോം പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ധ്യാനത്തിനായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന വിഷയം നാം ആര്, നാം എവിടെ എന്ന് നാം തിരിച്ചറിയണം എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16 നാം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ യേശുമിശിഹാ അരുളിച്ചെയ്തിട്ടുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:4 നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തുവിനെ നാം കണ്ടെത്തണം, തിരിച്ചറിയണം. അങ്ങനെ നാം യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരനുഭവം, നമ്മെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരനുഭവം, ആ ഒരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. പലപ്പോഴും ഇതിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്നു. ഒരു ചെരുപ്പ് വാങ്ങാൻ പോയ ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ ഈ അടുത്തയിട ഒരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. ഒരു കണ്ണാടിക്കൂട്ടിൽ ചെരുപ്പുകൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ കാലിൽ ചെരുപ്പില്ല. അവൻ അവിടെ നിന്ന് ആ കണ്ണാടിക്കൂട്ടിലെ ചെരുപ്പുകൾ കാണുകയാണ്. അത് കണ്ടിട്ട്, ദൈവമേ, എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങിത്തരണേ എന്നവൻ പ്രാർത്ഥിക്കുന്നു. അധികം താമസിച്ചില്ല, ഒരു സ്ത്രീ ആ വഴിയെ വന്നു. നീ എന്താണ് കുഞ്ഞെ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് ചെരുപ്പില്ല, ചെരുപ്പ് കിട്ടാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. ഉടനെ തന്നെ ആ സ്ത്രീ ആ കടയിൽ നിന്ന് അവന് യോജിച്ച ആ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. ആ ചെരുപ്പ് കൂടാതെ 2 സെറ്റ് സോക്സും കൂടെ വാങ്ങിച്ചു കൊടുത്തു. അവൻ അതിയായ സന്തോഷമുണ്ടായി. അവൻ എന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ അമ്മയാണോ എനിക്കിത് വാങ്ങിച്ചു തന്നത്? അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവം അയച്ചതായാണ് ആ സ്ത്രീ ദൈവത്തിൻ്റെ അമ്മ തന്നെയെന്ന് ആ കുഞ്ഞിന് പൂർണ്ണ ബോധ്യമായി. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ അമ്മയാകാൻ, ദൈവത്തിൻ്റെ ആ പ്രതിപുരുഷനാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് ആവശ്യമല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ അനുഭവങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഫിലിപ്പിയായിലെ കാരാഗൃഹത്തിൽ പൗലോസ്ലീഹായും ശീലാസും അടയ്ക്കപ്പെട്ടു. ആ അടയ്ക്കപ്പെട്ട സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 16 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് ഒരു ആക്കിയിട്ട് കാൽ ആമത്തിലിട്ട് പൂട്ടി ഒരു 2 പേരുടെയും. എന്നിട്ട് കാരാഗൃഹ പ്രമാണി പുറത്ത് മാറി നിൽക്കുകയാണ്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 16:25 പറഞ്ഞിരിക്കുന്നു. അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് പൗലോസിനും ശീലാസിനും സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു, ഒരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു, ചങ്ങലകൾ അവരുടെ കാലിൽ നിന്ന് അഴിക്കപ്പെട്ടു. ആകപ്പാടെ ഒരു വലിയ സംഭവം ഉണ്ടാകുക ചെയ്യുന്നത്. അതേ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവത്തെ ആ പൗലോസിൽ നിന്നും ശീലാസിലും കൂടി മറ്റുള്ളവർ മനസ്സിലാക്കാനിടയായിത്തീരുന്നു. കാരാഗൃഹത്തിലുള്ള മറ്റുള്ളവരും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. കാരാഗൃഹ പ്രമാണി ഇത് കണ്ട് ഓടി വന്ന് ഒരു കാരാഗൃഹത്തിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് വിചാരിച്ച് തന്നെത്താൻ മരിക്കുവാൻ അവൻ തയ്യാറാകുകയാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞങ്ങളിവിടെ തന്നെയുണ്ട്, നീ ഭയപ്പെടേണ്ട. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണുകൊണ്ട് അവരുടെ കാവൽക്കാരനായ ആ കാരാഗൃഹ പ്രമാണി രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് കരഞ്ഞ് വിലപിച്ച് അവരോട് ചോദിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക,
എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അവൻ്റെ കുടുംബവും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചായിട്ടാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ പൗലോസും ശീലാസും പരിശുദ്ധാത്മ നിറവിൽ അവരുടെ ആ പ്രവർത്തനം മുഖേന ആ പ്രദേശം മുഴുവനും രക്ഷയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതെ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതെ, ദൈവത്തിങ്കിലേക്ക് നോക്കുക, നമ്മിലുള്ളതായ വിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയുക. ആ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മെ മറ്റുള്ളവർ ദൈവിക ചൈതന്യമുള്ളവരായിട്ട് കാണുന്നതിനും അവർക്ക് മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകുന്നതിനിടയായിത്തീരുന്നു. അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്നെ ഓർമ്മയിൽ വരുന്നു. ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിലെ അന്തേവാസികളും കൂടെ ഒരു ദിവസം സുവിശേഷ ഘോഷണത്തിനായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചതായിട്ട് പറഞ്ഞു. അന്തേവാസികൾക്ക് വലിയ സന്തോഷം. ഫ്രാൻസിസ് പ്രസംഗിക്കാറില്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആ ഗ്രാമങ്ങൾ കൂടെ എല്ലാം ചുറ്റി നടന്നിട്ട് വൈകുന്നേരം ഫ്രാൻസിസ് ഓഫ് അസീസി ആ വിശുദ്ധൻ ആ സംഘവും തിരിച്ച് ആശ്രമത്തിൽ തന്നെ എത്തി. ആശ്രമത്തിലെ അന്തേവാസികൾ ചോദിച്ചു, അങ്ങ് പ്രസംഗിക്കുമല്ലോ എന്ന് പറഞ്ഞു, സുവിശേഷ ഘോഷണത്തിനായിട്ട് പോകുമെന്ന് പറഞ്ഞു, ഒന്നും പ്രസംഗിച്ചില്ലല്ലോ. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞത്, ഞാനും നിങ്ങളും കൂടെ ചുറ്റി നടന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം നമ്മെ കണ്ടു. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, തമ്മിലുള്ളതായ സംഭാഷണ രീതിയൊക്കെ അവർ കണ്ടു. അവർ നമ്മിൽ കൂടെ വലിയ ഒരു ദൈവിക സന്ദേശം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുക ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ ഒരാശയമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് എന്ന് നാം ഓർക്കണം. നമ്മിൽ കൂടെ ദൈവിക ചൈതന്യം മറ്റുള്ളവരേക്ക് പകരുന്നതിനും നമ്മിൽ കൂടെ ദൈവത്തെ മറ്റുള്ളവർ കാണുന്നതിനും ഉള്ളതായ ആ ഒരവസ്ഥയിലേക്ക് നാം വരിക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതെ, അടുത്തതായിട്ട് നിന്റെ സഹോദരൻ എവിടെ? ആ ഒരു ചോദ്യം കൂടെ വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. നാം നമ്മുടെ സഹോദരനെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ നമുക്ക് എന്തുമാത്രമുണ്ട്. പലപ്പോഴും അതിൽ നിന്ന് നാം മാറിപ്പോകുന്നവരാണ്. ഈ ചോദ്യം ചോദിച്ച് കായേനോടാണ്. കായേൻ ഹാബേലിനെ വധിച്ചതുകൊണ്ട് ആണ് നിന്റെ സഹോദരൻ എവിടെയും ചോദിച്ചത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് കായേൻ മറുപടി പറയുന്നു. എങ്കിലും തുടർന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? കായേനെ ആരും കൊല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവന് സംരക്ഷണം യഹോവയായ ദൈവം നൽകി. അവൻ്റെ നെറ്റിയിൽ ഒരടയാളം വെച്ചു മറ്റുള്ളവനെ കൊല്ലാതിരിക്കാൻ. കൊലപാതകിയെ സ്നേഹിക്കുന്ന യഹോവയുടെ സ്നേഹം, നമുക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ മാറ്റ് നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ ആൾക്കാരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. അൺകണ്ടീഷണൽ ലവ്. അതെ, വിളയും കളയും ഒരുപോലെ വളരണം. കർത്താവ് പറഞ്ഞതല്ലേ. ആ വളരുവാനുള്ളതായ അവസരം നാം ഉണ്ടാക്കി കൊടുക്കുവാൻ സന്നദ്ധമാകണം. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി സഹനത്തിനുള്ളതായ മനോഭാവം കന്യക മറിയാമിന് വലിയ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ്. നിന്റെ പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്നാണ് ശീമോൻ പ്രവചനമായിട്ട് കന്യക മറിയാമിനോട് പറയുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, കൈക്കുഞ്ഞുമായിട്ട് ആ ബാല്യപ്രായത്തിലെ കുഞ്ഞുങ്ങളെ എല്ലാം രാജാവ് വധിച്ചപ്പോൾ മിസ്രൈമിലേക്ക് ഓടിപ്പോയ ആ കന്യക മറിയാമിൻ്റെ വേദന എത്ര വലിയ വേദനയാണ്. അതെ, ആ വേദന അനുഭവിച്ച കന്യക മറിയാം അവസാനം വരെയും സഹനത്തിൻ്റെ ഇതാണ്. സകല പരിശുദ്ധന്മാരെക്കാൾ ഉന്നതമായ സ്ഥാനമാണ് മാതാവിന് സഭ കൽപ്പിക്കുന്നത്. ഈ സഹനത്തിൻ്റേതായിട്ടുള്ളതായ ആ ഒരു
വലിയ ശ്രേഷ്ഠതയാണ് അവിടെ നമുക്ക് കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സഹനം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടി നമുക്ക് സഹനം ഒരു ശ്രേഷ്ഠ അനുഗ്രഹമായിട്ട് കാണുവാൻ സാധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു പ്രവർത്തകനാണ്. അവിടുത്തെ ഒരു സംഭവം ഞാൻ പ്രത്യേകം എൻ്റെ സ്മരണയിൽ വരികയാണ്. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, അവളുടെ പിതാവ് ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരു 6 മാസം മുമ്പ് പുറകിൽ നിന്ന് ഒരു ബൈക്ക് വന്ന് ആ കുഞ്ഞിനെ ഇടിച്ചു. ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. കോലഞ്ചേരി ആശുപത്രിയിൽ ആ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരവസ്ഥ. മാതാപിതാക്കന്മാർ വളരെ വേദനിച്ചു. ഞാൻ ഇടയ്ക്കെല്ലാം ആ ഒരു കുട്ടിയെ കാണാനായിട്ട് പോകാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് 30ാം ദിവസം ഞാൻ ആ മുറിയിൽ ചെന്നപ്പോൾ ആ പിതാവ് പറയുകയാണ്, അച്ഛാ, മോൾ എന്നെ പപ്പാന്ന് വിളിച്ചു. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഉള്ളൊരു സന്തോഷമായിട്ടാണ് ആ അധ്യാപകൻ മകള് വിളിച്ചതിനെക്കുറിച്ച് പറഞ്ഞത്. മോളെ, പപ്പയൊന്ന് വിളിച്ചേ. അല്ല, പപ്പയും വിളിക്കാം, മമ്മിയെ വിളിക്കാം. ആ കൊച്ചു കുഞ്ഞ് പറയുകയാണ്. ആ സംസാരശേഷി തിരിച്ചു കിട്ടി. അതെ, ആ സഹനത്തിൻ്റെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ ചിന്തിച്ചൊരാശയം കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, പപ്പ എന്നുള്ളൊരു വിളി ആ സ്വർഗസ്ഥനായ പിതാവ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം അത് വിളിക്കാതിരിക്കുമ്പോൾ ആ പപ്പയും ഈ അധ്യാപകനെ പോലെ വേദനിക്കുന്നു. ഒരു പപ്പയെന്ന് ഒരു ദൈവത്തിൻ്റെ പുത്രൻ വിളിക്കാതിരുന്ന് വിളിക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും ആ സ്വർഗസ്ഥ പിതാവിനുണ്ടാകുന്നത്. ഞാൻ അവരോട് ഈ ആശയം തന്നെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മിൽ അനേകരും പ്രാർത്ഥന മുടക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരുമല്ലേ. നാം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം എത്ര വലുതാണ്. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലെ മാലാഖമാർ സന്തോഷിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് എൻ്റെ മനസ്സിൽ അപ്പോൾ വളരെ ശക്തമായിട്ട് വന്നു. എന്ത് സന്തോഷമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന്. അതുപോലെയുള്ള വേറൊരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നതായ ഒരു സ്ത്രീ, 2 കുട്ടികളുണ്ട്. അവൾ നട്ടെല്ലിന് രോഗമായിട്ട് ആ യുവതി ആശുപത്രിയിൽ കിടക്കുന്നു. എനിക്ക് ആ രോഗിയെ സന്ദർശിക്കുന്നത് സന്തോഷം തോന്നാറുണ്ട്. കാരണം വളരെ ചിയർഫുള്ളായിട്ടാണ് കിടക്കുന്നത്, വളരെ പ്രത്യാശയോടെ കിടക്കുന്നത്. എഴുന്നേറ്റ് നടക്കാൻ വയ്യ, തളർന്ന് കിടക്കുകയാണ്. എന്ന് ഇത് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അവൾക്കൊരു പ്രതീക്ഷയുമില്ല. എങ്കിലും ദൈവം എന്നെ നടത്തുന്നുള്ള പ്രത്യാശയോട് കാത്തിരിക്കുന്നു. 118ാമത്തെ ദിവസം ഞാൻ ആ മുറിയിൽ ചെന്നപ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റിരിക്കുന്നു. അച്ഛാ, ഞാൻ ഇന്ന് രാവിലെ ആശുപത്രിയിലെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചു. അത്രയും നടക്കാൻ എനിക്ക് സാധിച്ചു. 2 ദിവസം കഴിയുമ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്യാം, എനിക്ക് നടന്ന് വീട്ടിൽ പോകാം എന്ന് ഡോക്ടർ പറഞ്ഞു. ആ സഹനത്തിൽ നിന്നുള്ളതായ അവരുടെ ആ സന്തോഷം, അതിലുള്ളതായ സംതൃപ്തി, അതിലുള്ളതായ അതേ ദൈവത്തിൻ്റെ ആ ബന്ധത്തിലുള്ളതായ വിശുദ്ധാത്മാവ് അവരെ നടത്തുന്നു എന്നുള്ള ബോധ്യത്തിൽ അവർ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ള അനുഭവത്തിലുള്ളതായ ആ സഹനത്തിൻ്റെ പ്രതിഫലമായി ദൈവം നൽകിയതായ സന്തോഷം എത്ര വലുതായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, നാം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവം നമ്മിൽ വസിക്കുന്നു എന്നും പൂർണ്ണ ബോധ്യത്തോടെ ജീവിപ്പാൻ നാം കടപ്പെട്ടവരാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നാം വ്യക്തികൾ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മിലുള്ള വിശുദ്ധാത്മാവിന് ഏറ്റാൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്, ആ മങ്ങൽ മാറ്റി ഉജ്ജ്വലിപ്പിക്കുവാനായിട്ടുള്ളതായ നമ്മുടെ ചുമതലയെക്കുറിച്ച് നാം നമ്മെ തന്നെ കറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. പലപ്പോഴും നാം ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഭാര്യാഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിലോ, മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലോ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോ, അവരെല്ലാം അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യാസം വരുത്തണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് നാം ഒരു സമാധാനത്തിൻ്റെ ദൂതനായിട്ട്, സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായ ആ ഒരു ദൈവിക ചൈതന്യം, പരിശുദ്ധാത്മ നിറവിലുള്ള പെരുമാറ്റം ഉള്ളവരായിട്ട് ആയിത്തീരേണ്ടതല്ലയോ
എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതെ, നാം എവിടെ എന്നുള്ളത് നാം ചിന്തിക്കണം. നാം ആരാണ് എന്നുള്ളത് ചിന്തിക്കണം. അതെ, നാം യഥാർത്ഥ ദൈവ പൈതലായിട്ട്, പരിശുദ്ധാത്മ നിറവിലുള്ളതായ പൈതലായിട്ട്, ദൈവ വിശ്വാസിയായിട്ട്, ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ജീവിപ്പാനായിട്ട് കടപ്പെട്ടവരാണ് എന്നുള്ളതായ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതേ, അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ക്ഷമ, ഇതെല്ലാം നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. യോനാ ദീർഘദർശിയെക്കുറിച്ച് നമുക്കറിയാം. യോനാ ദീർഘദർശിയോട് നിനുവയിൽ പോയി സുവിശേഷം അറിയിക്കുവാനും അവിടുത്തെ അതിക്രമം പാപത്തിൻ്റെ ആധിക്യത്തിൽ കിടക്കുന്നവർക്ക് മാനസാന്തരം വരുത്താനായിട്ട് യഹോവയായ ദൈവം ആവശ്യപ്പെട്ട പ്രവാചകനാണ്. എന്നാൽ നിനുവയിലേക്ക് ചെന്നാൽ ഒരുപക്ഷെ നിനുവയിലെ ജനങ്ങൾ എന്നെ തന്നെ സംഹരിച്ചു കളയും എന്നുള്ള ഭയം കൊണ്ട് തർശീസിലേക്കുള്ള കപ്പൽ കയറിപ്പോയി. യഹോവ അവനോട് വിരോധം കാണിക്കല്ല, അവന് വേണ്ട സംരക്ഷണം നൽകുകയാണ്. കപ്പലിലുള്ളതായ എല്ലാവരും കപ്പൽ ഛേദമുണ്ടാകത്തക്ക വിധത്തിൽ കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടായപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ യോനാ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. കപ്പൽ പ്രമാണി വന്നവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഉറങ്ങുന്നത്? എന്ത് കാരണം കൊണ്ടാണ് ഇത് ക്ഷോഭം ഉണ്ടാകുന്നത്? അവൻ പറഞ്ഞു, ഞാനാണ് കാരണക്കാരൻ. ഞാൻ യഹോവയിൽ നിന്ന് അകന്നു പോകുന്നവനാണ്. എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. നിങ്ങളുടെ കപ്പലിൻ്റെ ആ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. കടലിലേക്ക് അവനെ എടുത്തെറിഞ്ഞു. യഹോവ അവനെ വിട്ടില്ല, അവന് സംരക്ഷകനായി തീർന്നു. അവനെ വിഴുങ്ങുവാനായിട്ടൊരു മത്സ്യത്തെ അവിടെ തയ്യാറാക്കി നിർത്തി. യോനായെ നിനുവയുടെ കടൽക്കരയിൽ കൊണ്ടുവന്ന് ഛർദ്ദിച്ചു. യോന അവിടുന്ന് പോയി നിനുവയോട് സുവിശേഷം അറിയിച്ചു. രാജാക്കന്മാർ മുതൽ മൃഗങ്ങൾ വരെ രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്ന് പശ്ചാത്തപിച്ച് അനുതപിച്ച് ആ രാജ്യം മുഴുവൻ ദൈവികമായ ഒരവസ്ഥയിലേക്ക് വരുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മെ കരുതുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമ്മൾക്ക് മറ്റുള്ളവരോടുണ്ടാകേണ്ടത്. ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലായാലും നാം ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും എവിടെയായാലും നാം ഒരു സ്നേഹത്തിൻ്റെ മറ്റുള്ളവർക്ക് ക്ഷമയുടെ മാതൃകയായിട്ട് പരിശുദ്ധാത്മ നിറവിലുള്ള ഒരനുഭവത്തിൽ മറ്റുള്ളവരോട് പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. അതെ, നീ എവിടെ, നീ ആര്, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം. അതെ, അതാണ് നമുക്ക് ആവശ്യം. നാം പരിശുദ്ധാത്മ നിറവുള്ളവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണെന്ന് നാം അറിഞ്ഞ് ബോധ്യപ്പെട്ട് അതനുസരിച്ചുള്ളതായ ഒരു ജീവിതത്തിന് നാം തയ്യാറാകണം. അത് ദൈവത്തിരുനാമ മഹത്വത്തിന് ഉതകും എന്നുള്ള സംശയമില്ല.